ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധഃപതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിലും നിപതിക്കുന്നു. എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകാനും ഒട്ടേറെ വ്യഥകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട്. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട ദൈവമക്കളെ, ഇന്ന് സഭയിലും ലോകം മുഴുവനിലും ആഗോളവൽക്കരണത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. ലോകം മുഴുവനും വെട്ടിപ്പിടിക്കുവാനുള്ള ആശയും ആഗ്രഹവും ഇന്ന് എല്ലാവർക്കുമുണ്ട്. ഈ കാലഘട്ടത്തിൽ ഈ വചനത്തിന് വളരെയേറെ പ്രസക്തി ഉള്ളതായിട്ട് അച്ഛന് തോന്നുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എല്ലാ തിന്മകളുടെയും അടിയിലുള്ള അടിസ്ഥാന കാരണം എന്താണെന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു. ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നു എന്ന് നമുക്ക് നമ്മളെ തന്നെ പരിശോധിക്കേണ്ട ഒരു കാര്യമായത്. ഇന്ന് ലോകത്തിൽ ഒരുവന്റെ കയ്യിലിരിക്കുന്നത് എങ്ങനെ എനിക്ക് എളുപ്പത്തിൽ എൻ്റെ സ്വന്തമാക്കാമെന്ന് കണ്ടുപിടിക്കുന്ന ബിസിനസ് മാനേജ്മെന്റിന്റെ ഒരു കാലഘട്ടമാണ്. അവരന് എത്ര പറ്റിച്ചാലും എനിക്ക് കൂടുതൽ കാശുണ്ടാക്കണം, അതാണ് ഞാൻ ഏറ്റവും വലിയ മിടുക്കായിട്ട് കരുതുക. ചിലപ്പോൾ ബുദ്ധി കുറഞ്ഞവര്, ആരോഗ്യം കുറഞ്ഞവര്, മറ്റു പലതിലും കുറവ് സംഭവിച്ചവരെ തിരിഞ്ഞു നോക്കാൻ മടിക്കുന്ന ഒരു കാലഘട്ടം. അവിടെ മനുഷ്യര് പലപ്പോഴും ബുദ്ധിയില്ലാത്തവനെ പറ്റി അല്ലെങ്കിൽ ബുദ്ധി അല്പം കുറഞ്ഞവനെ പറ്റി ചിന്തിക്കാനും ഇഷ്ടപ്പെടുന്നേയില്ല. ഇപ്പോൾ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നമ്മുടെ മനസ്സിലൊക്കെ ഈ ലോകത്തില് എല്ലാവർക്കും സുഖം ഉണ്ടാകാനായിട്ടുള്ള ചിന്തയുണ്ടാകണം. നമുക്ക് നമ്മുടെ പൂർവ ഋഷീശ്വരന്മാരെ ഇന്ത്യ മഹാരാജ്യത്തെ ചിന്തിച്ചു. നമുക്കറിയാം, എല്ലാവർക്കും സുഖമുണ്ടാകണം, ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നൊക്കെ പറഞ്ഞ് അവർ നമ്മളെ പഠിപ്പിച്ചപ്പോൾ സമസ്ത ജീവജാലങ്ങൾക്കും സുഖമുണ്ടാകണം, സ്വസ്ഥതയുണ്ടാകണം, ശാന്തി ഉണ്ടാകണം എന്നൊക്കെ നമ്മളെ ഋഷിവര്യന്മാർ നമ്മളെ പഠിപ്പിച്ചെങ്കിൽ നമ്മളും അതൊക്കെ പഠിക്കണം. മുഴുവനും എൻ്റെ സ്വന്തമാക്കി ഞാൻ തന്നെ ഈ എല്ലാം ഉപയോഗിച്ച് തീർക്കണം. ഇന്ന് പരിസ്ഥിതിയെക്കുറിച്ചൊക്കെ പറയപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ അതിനെക്കുറിച്ച് പോലും ഈ അവസരത്തിൽ നമ്മൾ ഒരു നിമിഷം ധ്യാനിക്കേണ്ടതാണെന്ന് തോന്നുകയാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് മുഴുവൻ വലിച്ച് എറിയുന്ന ഒരു സംസ്കാരം ഇന്നുണ്ട്. ഒരു പേന ഉപയോഗിച്ചാൽ, ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തിൽ പേന ഇതിൻ്റെ നിബ്ബ് തീർന്നു പോകുമോ, ഇത് എത്ര കാലം എഴുതാൻ പറ്റും, കൂടുതൽ കാലം ഈട് നിൽക്കുമോ എന്നൊക്കെയായിരുന്നു കടയിൽ കയറി ചോദിക്കുന്നത്. ഇന്ന് ആ കാലമെല്ലാം പോയി.
5 രൂപ മുടക്കിയാൽ അത് എഴുതി അന്നേരം അത് തീരുന്നതിന് മുമ്പ് തന്നെ വലിച്ചെറിയും. ആ ഒരു മനസ്സ് ലോകത്തില് നമ്മൾ ഈ വസ്തുക്കൾ വലിച്ചെറിയുന്ന പോലെ തന്നെ മനുഷ്യരെ പോലും വലിച്ചെറിയുന്ന, എൻ്റെ ഉപയോഗത്തിന് കൊള്ളാത്തവരെയൊക്കെ ഉപേക്ഷിക്കുന്ന ഒരു കാലഘട്ടം. ധനലാഭം ഇല്ലെങ്കിൽ മകനാണെങ്കിലും വേണ്ടുകയില്ല, മകളാണെങ്കിലും വേണ്ടുകയില്ല, അപ്പനാണെങ്കിലും വേണ്ടുകയില്ല, ആരാണെങ്കിലും അവരെയൊക്കെ മാറ്റിക്കളയാൻ, അവരെ ഉപേക്ഷിക്കാൻ മടിക്കാത്തൊരു ലോകം. അതാണ് ദൈവവചനം പറഞ്ഞത്. ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ഇന്ന് നമുക്കറിയാം ധനമോഹം വിഗ്രഹാരാധന തന്നെയാണെന്ന് കൊളോസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വിഗ്രഹാരാധന തന്നെയായ ധനമോഹം. നമ്മൾ ഇന്ന് ചിലപ്പോൾ മറ്റു ചിലയിടത്ത് പോയി അമ്പലത്തിൽ പോയെന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ക്രിസ്ത്യാനിയുടെയൊക്കെ വിഗ്രഹാരാധന ചിലപ്പോൾ ധനമോഹം. അവന് കാളക്കുട്ടിയെ ആ പഴയ കാലഘട്ടത്തിലെ ഇസ്രായേൽ ജനം കനാൻ ദേശത്തേക്ക് പോയ വഴിക്ക് രക്ഷിച്ച ദൈവത്തെ അവർ മറന്നിട്ട്, ഇടക്കാലത്ത് നമുക്കറിയാം മോശ പ്രാർത്ഥിക്കാൻ പോയ അവസരത്തിൽ അവരെല്ലാവരും കൂടി അഹറോന്റെ നേതൃത്വത്തിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്നൊക്കെ ഇങ്ങ് കൊണ്ടുപോവാ, ഞാനൊരു കൊച്ചു ദേവനെ ഉണ്ടാക്കിത്തരാം, ഇവനെ നിങ്ങളങ്ങ് ആരാധിച്ചാൽ നിങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാകുമെന്ന് ഒരു പുരോഹിതൻ പോലും പറഞ്ഞ അവസ്ഥ നമുക്കറിയാം. എന്നിട്ട് പെട്ടെന്ന് ആളുകളെല്ലാവരും കൂടെ കയ്യിലിരുന്ന് എല്ലാം വാരി വലിച്ചു കൊടുത്തു, കാളക്കുട്ടിയെ രൂപപ്പെടുത്തിയെടുത്തു. എന്നിട്ട് അവരതിന് വലിയ പീഠമുണ്ടാക്കി അതിൻ്റെ മുകളിൽ വെച്ചു ആരാധിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് താഴെ വന്ന മോശ കണ്ടത് നമുക്കറിയാം, കാളക്കുട്ടിയെ ആരാധിക്കുന്ന ദൈവജനം. ഇന്നും ലോകത്ത് നമ്മൾ ചിന്തിച്ചാൽ ഈ വിധത്തിൽ ധനമോഹമാകുന്ന ആ കാളക്കുട്ടിയെ ആരാധിക്കുന്നൊരു ദൈവജനം ഇന്നും വളരുന്നില്ലേ? ആ ദൈവത്തിൻ്റെ ആ നിത്യത ലക്ഷ്യമാക്കി ജീവിക്കുന്നതിന് പകരം ഈ കാളക്കുട്ടിയാണ് നമ്മുടെ എല്ലാ സൗഭാഗ്യത്തിൻ്റെയും അടിസ്ഥാന കാരണം. സ്വർണമാണ്, വെള്ളിയാണ്, ഈ ലോകത്തിൻ്റെ നേട്ടങ്ങളാണ് എന്ന് കരുതി ആരാധിക്കുന്നൊരു സമൂഹം ഇന്നും വളരുന്നില്ലേ എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ ആണെങ്കിലും പ്രിയപ്പെട്ടവരെ ദൈവരാജ്യത്തിന് ഉതകുന്ന വ്യക്തികളാക്കി വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ശരിക്ക് ആ ദൈവസ്നേഹം ഈ ലോകത്തിലേക്ക് നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഇവിടുന്ന് നമുക്കൊന്നും കൊണ്ടുപോകാൻ പറ്റുകയില്ല. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ നമുക്ക് സാധിക്കുക. അത്യാവശ്യം നമുക്കറിയാം, ജീവിക്കാൻ ഭക്ഷണം ആവശ്യമാണ്, നഗ്നത മറയ്ക്കാൻ വസ്ത്രം ആവശ്യമാണ്. അതാണ് തിരുവചനം നമ്മളെ ഓർപ്പിച്ചത്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് തൃപ്തിപ്പെടാൻ സാധിക്കണം. നമുക്ക് ഇത് കിട്ടുന്നതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാൻ നമുക്ക് സാധിക്കണം. ബാക്കി എത്ര കിട്ടിയാലും നമ്മൾ തൃപ്തരാകണമെന്നില്ല. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്, അനുഗ്രഹമാണ്. നമുക്കതിന് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കാം. ഈ ലോകത്തിൽ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നവരുണ്ട് മക്കളെ. നമ്മുടെ വരും തലമുറയൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതും, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവ് വരുമ്പം അയൽവക്കത്തുള്ള ഒരാളുടെ വീട് പോലെ എനിക്ക് വീടുണ്ടാക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് ദുഃഖിച്ച് കഴിയുന്നതിന് പകരം നനയാതെ കിടക്കാൻ ദൈവം എനിക്കൊരു വീട് തന്നിട്ടുണ്ട്, ഇതിൻ്റെ കീഴിൽ ദൈവത്തിൻ്റെ പരിപാലനയുടെ പുതപ്പ് പുതച്ച് ഞാൻ കിടക്കുമ്പോൾ ഞാൻ സുരക്ഷിതനാണ് എന്ന് ചിന്തിക്കാൻ സാധിക്കുന്ന വ്യക്തികൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വിധത്തിൽ ദൈവ ചൈതന്യം നിറഞ്ഞ വ്യക്തികളായിട്ട് എല്ലാവരിലേക്കും സ്നേഹം നമ്മിലൂടെ ലോകം മുഴുവനും എത്തിച്ചു കൊടുക്കുവാനായിട്ട് ഓരോ എഫാത്ത ശുശ്രൂഷകനും കടമയുണ്ട്. ദൈവം നമ്മളെ ഈ കുടീരത്തിലേക്ക്, ഈ കൂടാരത്തിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തമ്പുരാനൊരു പദ്ധതിയുണ്ട്. ഓരോരുത്തരെയും ഓരോ തരത്തിലാണ് അവരുടെ പദ്ധതി. അവർക്ക് ഏത് തരത്തിൽ അവർക്ക് കഴിവുണ്ടോ ആ കൊച്ചു കഴിവുകൾ ദൈവകരങ്ങളിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ, പണ്ട് നമുക്കറിയാം, ഒരു ബാലൻ്റെ കയ്യിൽ അവന് വിശപ്പടക്കാൻ വേണ്ടി അമ്മ കൊടുത്തു വിട്ട 5 അപ്പം
മടിയില്ലാതെ അവൻ യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തപ്പോൾ 5000ങ്ങൾക്ക് ഭക്ഷണം ഒരുക്കാൻ അവൻ്റെ കയ്യിലിരുന്ന 5 അപ്പത്തിന് സാധിച്ചെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ദൈവം തന്നിരിക്കുന്ന ചെറിയ ചെറിയ കഴിവുകൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ വലിയ അത്ഭുത പ്രവർത്തകരായി നമ്മൾ ഓരോരുത്തരും മാറും. നമുക്ക് അതിനുള്ള കൃപ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാം പിടിച്ചു വയ്ക്കുന്നതല്ല, നൽകുന്നതാണ് കൂടുതൽ ശ്രേയസ്കരമെന്ന് മനസ്സിലാക്കി കൂടുതൽ ഔദാര്യത്തിന് കൊടുക്കാനുള്ള കൃപ നമുക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ഏതെങ്കിലും കുറവുകൾ വിഗ്രഹ ആരാധനയായിട്ട്, പ്രത്യേകിച്ച് ധനത്തോടുള്ള ആശ, എനിക്ക് കൂടുതൽ സമ്പത്ത് നേടണം, ഞാൻ പ്രാർത്ഥിക്കാൻ വരുന്നത് പോലും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അനുദപിക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവം ഏറ്റവും വലിയ നിധി തമ്പുരാനാണെന്നും ദൈവരാജ്യം ലക്ഷ്യമാക്കി ജീവിക്കേണ്ടവനാണ് ഞാനെന്ന്, ഉത്ഥാന അനുഭവത്തിൽ ജീവിക്കേണ്ടവനാണ് ഞാനെന്ന് ബോധ്യം എനിക്കുണ്ടാകണം എന്നും ഈ കുരിശിൻ്റെ പീഡാനുഭവം മാത്രമല്ല, ഉയർപ്പിൻ്റെ മഹത്വത്തിൽ ഉയർപ്പിൻ്റെ വലിയ സന്തോഷം അനുഭവിച്ച് എപ്പോഴും സന്തോഷത്തിലായി തൃപ്തിപ്പെട്ട് തൃപ്തിയോടുകൂടി ഈ ലോകത്ത് ജീവിക്കുവാൻ ദൈവം തമ്പുരാൻ നമുക്ക് ഇട നൽകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിക്കുന്ന കർത്താവേ, ഇന്ന് ഈ കൂടാരത്തിൽ, വചന കൂടാരത്തിൽ പ്രാർത്ഥനയ്ക്കായിട്ട് അണഞ്ഞിരിക്കുന്ന നിന്റെ മക്കളെ കർത്താവേ, ഏതെങ്കിലും പൈശാചിക ശക്തികൾ ധനത്തിൻ്റെ ആകർഷണത്തിൻ്റെ പേരിൽ പിടിമുറുക്കി വരിഞ്ഞു കെട്ടിയിട്ടുണ്ടെങ്കിൽ കർത്താവേ, ആ ബന്ധനത്തിൽ നിന്നും നിന്റെ മക്കള് ഞങ്ങൾ ഓരോരുത്തരും വിടുതൽ പ്രാപിച്ച് അങ്ങയുടെ നാമത്തിൽ മഹത്വം പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഈശോ തമ്പുരാനെ, കൃപ കൊണ്ട് ഈ മക്കൾ ഓരോരുത്തരെയും അങ്ങ് അഭിഷേകം ചെയ്യണമേ. സാത്താൻ്റെ എല്ലാ കെട്ടുകളും പൊട്ടിച്ചുകൊണ്ട് അങ്ങാണ് എൻ്റെ സർവസ്വവും, ഞാൻ അങ്ങിൽ അഭയം തേടും, അവിടുന്ന് എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല എന്ന ആ വലിയ ശക്തി ഞങ്ങൾ ഓരോരുത്തരും സ്വന്തമാക്കി യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്ന ഓരോ മനുഷ്യരിലും ഉണ്ടാകുന്ന അപരിമേയമായ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഓരോ മക്കളും തിരിച്ചറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ മക്കൾ ഓരോരുത്തരും പ്രാപ്തരായി തീരട്ടെ. സാത്താന്റെ എല്ലാ കുടിലതന്ത്രങ്ങളെയും എതിർത്തു തോൽപ്പിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് ഈ മക്കളിലേക്ക് അവരുടെ അഗ്നിസ്ഫുരിക്കങ്ങൾ ഈ നിമിഷം തന്നെ അയച്ചുകൊണ്ട് ഇവർക്കും ഇവരുടെ കുടുംബത്തിലുള്ള വസ്തുക്കൾക്കും ഇവരുടെ എല്ലാ ജീവജാലങ്ങൾക്കും ഇവർക്ക് നൽകിയിരിക്കുന്ന ഇവരിലൂടെ ലോകത്ത് വന്നിട്ടുള്ള എല്ലാം അനുഗ്രഹിക്കപ്പെടുവാനിടയാകട്ടെ. സാത്താന് ഇവരുടെ ജീവിതത്തിൽ നിന്നും ഇവരുടെ വസ്തുക്കളിൽ നിന്നും കുടുംബത്തിൽ നിന്നെല്ലാം കർത്താവിന്റെ ശക്തി ഇവരുടെ കുടുംബത്തിലും ലോകം മുഴുവനിലും ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥനാപൂർവ്വം പങ്കെടുക്കുന്ന സകല കുടുംബങ്ങളിലും ആശ്വാസദേവനെ ഈ നിമിഷം തന്നെ അയച്ചുകൊണ്ട് വചനത്താൽ സകലരെയും വിശദീകരിക്കുന്ന ദൈവമേ, കൃപ സകല മക്കളുടെ മേലും ഈ നിമിഷം തന്നെ ഒഴുകിയെത്തട്ടെ. ശക്തിയുടെ അഭിഷേകം സകല മക്കളിലേക്കും അവിടുന്ന് ഈ നിമിഷം തന്നെ ചൊരിയുന്നതിന് ഓർത്ത് ഞങ്ങളെ വാഴ്ത്തുന്നു കർത്താവേ. കൃപ കൊണ്ട് സകല ജനങ്ങളെയും നിറയ്ക്കണമേ. സാധാരണ എല്ലാ കുടുംബങ്ങളിൽ നിന്നും അവന്റെ ശക്തി വേരോടെ നിർമ്മാണം ചെയ്ത് അവിടുത്തെ രക്തം എല്ലാ തിന്മകളും കഴുകി എല്ലാവരെയും വിശദീകരിക്കട്ടെ. ഞങ്ങളെ വിശദീകരിക്കുന്ന ദൈവത്തിന്റെ ധന്യമായ നാമത്തില് മുദ്രയിടപ്പെടുന്ന ഈ മക്കൾ ഓരോരുത്തരും പിതാവായ ദൈവത്തിന്റെയും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിന്റെയും ധന്യമായ നാമത്തില് പൈശാചിക ബന്ധനത്തിൽ നിന്ന് മോചനം നേടി ഈ ശുശ്രൂഷയില് പൂർണ്ണമായ അർത്ഥത്തിൽ പങ്കുചേർന്ന് അനുഗ്രഹം പ്രാപിക്കുവാൻ ശക്തരായി തീരട്ടെ. പിതാവായ ദൈവമേ ആശീർവദിക്കണമേ, പുത്രനായ ദൈവമേ ആശീർവദിക്കണമേ, പരിശുദ്ധാത്മാവായ ദൈവമേ അനുഗ്രഹം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. ഹല്ലേലൂയ.